ഒറ്റ മാവ് കൊണ്ട് പല വെറൈറ്റിയിൽ അടിപൊളി ബിസ്ക്കറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ സംഗതി വളരെ സിമ്പിളായിട്ട് ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ പിന്നെ ഒട്ടും വൈകണ്ട, സംഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 3/4 കപ്പ് വനസ്പതി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് അതേ കപ്പിന് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇത് ഈ പഞ്ചസാരയൊക്കെ ഇതിലൊന്ന് അലിഞ്ഞ് വരുന്ന വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്നുകൂടി നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ആവാനായിട്ട്, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ. ഇനിയിപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് ശേഷം ഇനി ഇത് മാറ്റി വെച്ച് വേറൊരു ബൗളിലേക്ക് നമ്മൾ ആ വനസ്പതി എടുത്തിട്ടുള്ള അതേ കപ്പിന് തന്നെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 80 ഗ്രാം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് കുറച്ചായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് 2 പൈപ്പിംഗ് ബാഗിലാക്കണം. അപ്പോൾ ആദ്യം ഒരു പൈപ്പിംഗ് ബാഗ് നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോസിൽ വെച്ചിട്ടൊരു പൈപ്പിംഗ് ബാഗും കൂടെ എടുക്കണം. ഇനിയിപ്പോൾ നോസിൽ വെച്ച പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ട്രേയിലേക്ക് ഈ ബാറ്ററിന്ന് 4 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടി പിടിക്കാനാണ്. ഇനിയിപ്പോൾ നോസിൽ പല ഐറ്റംസ് നോസിൽ മാറ്റി നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് വിലയേറിയ കമൻ്റ് ഒന്ന് താഴെ അറിയിക്കണം. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.